നാളെ അത്തല്ലേ, അത്തായിട്ട് ഞങ്ങൾ എങ്ങടെ പോണം നമ്മള്? പൂ പറിക്കാൻ കൊട്ടയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വീടിന് തൊട്ടടുത്ത് തന്നെ കുറേ പൂക്കളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും പോയിട്ട് കാണാം. വൈകില്ല. അപ്പൊ ഞങ്ങൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് പോയൊരു മഞ്ഞച്ചോലാണ് സ്ഥലമുണ്ട്. അവിടെ നിറച്ച് ഇങ്ങനെ കുഞ്ഞ് മഞ്ഞ കളറുള്ള കുഞ്ഞി പൂക്കൾ നിറച്ചുണ്ട് കേട്ടോ. അത് പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വീടിന് തൊട്ടടുത്ത് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് കൂടെ. ഹായ് കൊടുക്ക്. അപ്പോൾ അവിടെ ചെന്നൊരു പൂക്കൾ കണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നാളെ അത്തായിട്ട് ചെറിയൊരു കുഞ്ഞു കളടാന്ന് വിചാരിച്ചു. ഇതാ ഒരാളുടെ പൂ കിട്ടാത്തതുകൊണ്ട് ഒരാൾ തലയിലെടുത്ത് തൊപ്പി വെച്ചിട്ടുണ്ട്. കുറച്ച് പൂക്കളാണ് കേട്ടോ. നല്ല വെയിലാണ്. ഇപ്പൊ മഴ ഇല്ലാത്തതുകൊണ്ട് 2 ദിവസമായിട്ട് നല്ല വെയിലാണ്. വന്നതാ വഴിക്കിലൊരു പൂ കണ്ടിട്ടാ. ഇതാക്കണം. ഇതെന്ത് പൂവാണെന്ന് അറിയില്ല. നമുക്കത് പറിക്കാം. കുറച്ച് പൂവേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾ മഴയത്ത് വന്ന സമയത്ത് നല്ല പൂക്കൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും കാണാനില്ല. പൂക്കളെല്ലാം കുറവാണ്. നാളേക്ക് പിന്നെ അത്ര വലിയ പൂക്കളൊന്നും വേണ്ടല്ലോ, ചെറിയ പൂക്കൾ മതിയല്ലോ. അത് വിചാരിച്ചിട്ടാണ് പിന്നെ എടുത്ത് വെക്കാലോ എന്ന് എഴുതിയിട്ടാണ് ഇപ്പൊ പൊട്ടിക്കാൻ വേണ്ടി വന്നത്. ഇവിടുന്ന് ഒരു ചെമ്പരത്തി കിട്ടി. എന്താണ് ഓണത്തിനുള്ള കാര്യങ്ങൾ പറയും? എക്സാം എങ്ങനെ? ഇതാ ഇവിടെതാ കുറേ പൂക്കൾ. ഈ പൂക്കളെ കാലമായിട്ട് ഞാൻ പറഞ്ഞത്. പൊട്ടിച്ചോളി. ഞാൻ ഈ പൂക്കൾ പിടിക്കാനാണ് വന്നത്. ഇങ്ങോട്ട് ഇവിടെ കുറേ ഉണ്ട്. ഇത് ഈ ചീര ആരൊക്കെ അറിയാം? ഇതിലേക്ക് കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ചീര ഇത് കുറച്ചെടുത്ത് വെക്കണം. ഒരു മധുരം ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ചീരയാണിത്. വെച്ച് കഴിച്ചിട്ടുണ്ട്. ഇത് പേരെനിക്കറിയില്ല. ഉണ്ടോ? ഇതെവിടെ നല്ല ഇറക്കാട്ടോ. ഈ ഇറക്കത്തിൽ കൂടെ ഇങ്ങനെ ഈ സൈഡ് ഭാഗത്തൊക്കെയാണ് പൂക്കൾ ഉണ്ടാവില്ല, മഞ്ഞ കളറിൽ. ഒരു കുഞ്ഞി പൂ. ഇത് ഇവിടെ ഈ പൂ നിറച്ചുണ്ട് കേട്ടോ. വീട്ടിൽ പൊട്ടിക്കാണ് തന്നെ. കുറേ എന്താ പൂക്കൾ ഇതാട്ടോ. ഈ പൂ പൊട്ടിക്കാനാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഒരു കൊമ്പ് കൊണ്ടുപോവാ അല്ലേ? നോക്കട്ടെ, കിട്ടി. ഇതാണ് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറേ ഇല്ലേ? ഇത് ഈ പൂവുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് പൊട്ടിക്കാം. ഒന്ന് പിടിച്ചോ. കണ്ണ കാണിക്ക് പൂവ്. ഈ എന്താ കൊതാ പൂ കിട്ടി. ഈ ഞങ്ങളൊരു പൂ പറിച്ചാട്ടോ. എന്താ അറിയില്ല, കയ്യുമ്മ എന്തോന്ന് കടിച്ചു. നോക്കട്ടെ, എന്നൊക്കെ വീർത്തോ? ചെറുതായിട്ട് എൻ്റെ കൈൻ്റെ മുകളിലുണ്ട്, അവളുടെ കയ്യിലെ മുകളിലുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയില്ല. നല്ലൊരു പൂവിൻ്റെ ഇത്ര പൂ കിട്ടി. ഇതാ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പൂ നിൽക്കണ്. റോഡിന്റെ മുകളിലേക്ക് പോവല്ലേ? അപ്പൊ ഒന്തേക്ക് പോകണ്ടട്ടോ. ഈ തുമ്പത്തൊന്ന് പറിച്ചാൽ മതി. ഒന്തേക്ക് പോകണ്ട.
പൊന്തേക്ക് പോവാതെ പറക്കിട്ടോ. ഇവിടെ കുറേ ഉണ്ട്. എന്തേ അങ്ങോട്ട് നിൽക്ക്, പൊന്തേക്ക് പോകണ്ട, നിൽക്ക്. ഈ പറിക്കണ്ട, ഞാൻ പറിക്കേനി കേട്ടാ, നിങ്ങളധികം പറിക്കണ്ട. നല്ലതുണ്ട്. പൂ കാണിക്കാൻ നോക്കട്ടെ. ഇത്രയും പൂ കിട്ടിയിട്ടോ നമുക്ക്. പത്തത്തിനാകുമ്പോൾ അധികം പൂവിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഇത് കുറേ പൂവുണ്ട്. പൊന്തേക്കൊന്നും പോണില്ല കേട്ടോ. ഞങ്ങളിത് റോഡിൻ്റെ മുകളിൽ നിന്നിട്ട് പറിക്കുന്നു കേട്ടോ. അധികം പൊന്തേക്കൊന്നും പോണില്ല. ഇവിടെ നിന്നിട്ട് തന്നെയാണ് ഇത് പറിക്കുന്നത്. ഇനി മതി ഞാൻ പറിക്കാം. എന്താ നമ്മൾ ഇറക്കിറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടികളും പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയണേ, ഓണായിട്ടുള്ളതൊക്കെ. നാളെ തരിഞ്ഞ് സ്കൂളൊക്കെ പൂട്ടല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയും? സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ കുറേ നേരം കളിക്കും, കുറേ നേരം കടന്നുറങ്ങാം, കുറേ നേരം ടി വി കാണും, ഫോൺ കാണും. പരിപാടി ഞങ്ങള് ചെറുതായിട്ടൊക്കെ പഠിക്കും. ഇതിവിടെ മുഖത്ത് കണ്ടോ അങ്ങനെ പൊന്തി നിൽക്കുന്നത്? എന്താ പറയുക, പല്ല് വേദനിച്ചിട്ട് ഇങ്ങനെ പൊന്തിയതാണ്. ഇപ്പം വെയിലൊന്നുമില്ല കേട്ടോ, 5:30 ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വെറുതെ ഇറങ്ങി നോക്കിയതാണ്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ പൂക്കളെ കിട്ടി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കുറച്ച് പൂക്കൾ കിട്ടിയിട്ടുള്ളൂ. കാരണം കുട്ടികളായിട്ട് ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ പോവാ തിരിച്ചിട്ട്. ഇത്രയൊക്കെ മതി, അത്യാവശ്യത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓല വെട്ടിയിട്ട് വെച്ചിട്ട് അങ്ങനെ ഓല കൊണ്ടാണ് കെട്ടിയിട്ട് കൊട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് പണ്ടൊക്കെ പോവുണ്ടായിരുന്നു. തുമ്പപ്പൂവൊക്കെ പറിച്ചത് പണ്ടൊക്കെ നിറച്ചുണ്ടായിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ചാ ഇപ്പൊ ഈ വഴിക്കലുള്ള പൊന്തയൊക്കെ വെട്ടിയപ്പോഴേ അല്ലാണ്ട് പൂക്കളില്ല. ഇപ്പോൾ അല്ലാണ്ട് കാണാനില്ല അവിടെ ഒന്നും. ഇപ്പൊ മൊത്തം ചീരയാണ്. ഇതാണ്ട് ഈ കളറിലുള്ള ചീരയാണ് ഇപ്പൊ മൊത്തം ഉള്ളത് ഇവിടെ. അങ്ങനെ വരുന്ന വഴിക്ക് ഇതിൻ്റെ ഒരു കൊമ്പും കൂടി പറിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഉണ്ടാവുമല്ലോ. അവിടെ ഞാൻ കുഴിച്ചിട്ടതായിരുന്നു. ഇപ്പം അത് കാണാനില്ല. ഇപ്പം കുണങ്ങി പോയി തോന്നുന്നുണ്ട്. ഇതങ്ങനെ ക്ഷീണമായിട്ട് എല്ലാവരും ഇതവിടെ കയറി ഇരിക്കട്ടെ. എത്ര പൂ കിട്ടിയടി? എത്ര പൂ കിട്ടി? എത്ര പൂ കിട്ടിയടി? എത്രയൊക്കെ കിട്ടി? 2 ദിവസമൊക്കെ ഇടള്ള കിട്ടിയില്ലേ? ആരെടാ പൂ? ആരെടാ? അതുകൊണ്ട് ഇടില്ലല്ലേ? സ്കൂളില്ലാണ്ട് ഒരാൾ ഇവിടെ വലിച്ചു കയറുന്നു. മുഴുവൻ അവിടെ ഇരുന്നു. നാളെ എനിക്ക് ഹിന്ദി പരീക്ഷയാണ്. നാളെ KVS പരീക്ഷ. നമ്മൾ വീടിന്റെ അവിടെ എത്തിയിട്ട് അവിടുന്ന് കുറച്ച് പൂക്കള്, വലിയ വലിയ പൂക്കള് പറിക്കാനുണ്ട്. സ്നേഹത്തോടുള്ള 2 ആൾക്കാർ ഇതാ കണ്ടോളി. എടുത്തെടുത്ത അതോ പാടിക്കോ. ഉണ്ണി പന്ത് കളിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളി. മാറി നിൽക്ക്, വണ്ടി വണ്ടി. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇതാ പൂവ് കിട്ടി. അപ്പോൾ നാളെ പൂവിടുന്നത് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.